നമസ്തേ. പഞ്ച ഏവ വയം. 5 പേർ തന്നെയാണ് ഞങ്ങൾ. ഞങ്ങൾ വയം നമ്മൾ. നമ്മൾ എത്രയാണ്? 5. അപ്പം അതാരായിരിക്കും? പാണ്ഡവന്മാർ. പഞ്ചപാണ്ഡവന്മാർ. ഒരിക്കൽ ഭീമന്റെ കൂടെ ഒരു അസുരൻ യുദ്ധം ചെയ്തു. അപ്പം ആരായിരിക്കും ജയിക്കുക? സ്വാഭാവികമായിട്ട് ഭീമനാണല്ലോ അല്ലേ. അപ്പം അസുരൻ ഭീമന്റെ അടുത്ത് ചോദ്യം ചോദിക്കുമല്ലോ, ഇത്രയും ശക്തിശാലി, അപ്പം നീ ആരാണെന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ ചോദ്യ ഉത്തരങ്ങളാണ്. അസുരൻ ചോദിക്കുകയാണ്, ഭീമൻ ഉത്തരം നൽകുകയാണ്. അപ്പം ആദ്യത്തെ ചോദ്യം, നാമ കിം സഖേ. സഖേ സഖാ ശബ്ദമാണ്. അപ്പം അഭിസംബോധന ചെയ്യാൻ സഖേ കിം നാമ, എന്താ പേരെന്താണ്? ഭീമസേനഃ, ഞാൻ ഭീമസേനനാണ്. ദേശഃ കഃ, ദേശം എന്താണ്? ദേശഃ ആയതുകൊണ്ട് ചോദ്യം എന്താണ്? കഃ. ഇവിടെ നാമശബ്ദം കിം, അത് നാമം എനിക്ക് തോന്നുന്നു നപുംസകമാണോ അതോ അത് അവ്യയമാണോ എന്നറിയില്ല. ഞാൻ അതൊന്നുകൂടി നോക്കിയിട്ട് പറയാം. ഇപ്പം ദേശഃ എന്നുള്ളത് പുല്ലിംഗമായതുകൊണ്ട് ചോദ്യം കഃ. എന്താണ് ഉത്തരം? ഹസ്തിനാപുരം. ഹസ്തിനാപുരമാണ് എൻ്റെ ദേശം. അപ്പം നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട് എന്നായിരിക്കും അടുത്ത ചോദ്യം. കതി ജനാഹ ഗൃഹേ. ഗൃഹേ ഗൃഹത്തിൽ. കതി എത്ര, നമ്മൾ പഠിച്ചല്ലോ പ്രശ്നവാചക ശബ്ദങ്ങളിൽ. കതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര. കതി ജനാഹ എത്ര പേരുണ്ട് ഗൃഹത്തിൽ. അപ്പൊ ഭീമസേനൻ പറയാണ് പഞ്ച ഭോഹോ വയം. ഭോഹോ റെസ്പെക്ട്, ആദരവോടുകൂടി ഒരാളെ വിളിക്കുകയാണ്, സംബോധന ചെയ്യാണ്. ഭോഹോ വയം പഞ്ച, നമ്മൾ എത്രയാണ്? 5 പേര്. ഒന്നാണെങ്കിലും 5 പേരാണ്. ശരി. അപ്പം വദതു കേചതേ. വദതു പറഞ്ഞാലും, കേ കേ തേ കേ, അവര് 5 പേര് ആരാണ്? ആരൊക്കെയാണ്? തേ എന്ന് പറയുമ്പോൾ പുല്ലിംഗ ശബ്ദമാണ്, അതിൻ്റെ പ്രശ്നവാചകമാണ് കേ. കഹ കൗ കേ, അവരാരാണ്? വദാമി. ഭീമസേനൻ പറയാണ് വദാമി, ഞാൻ പറയാം. ശ്രൂയതാം, കേട്ടാലും. കേട്ടാലും. അഗ്രജോസ്തി മേ ധർമ്മപുത്രഃ. ഞാൻ ഇതൊരു ശ്ലോകമാണ്, അപ്പം ആ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം. അഗ്രജോസ്തി മേ ധർമ്മപുത്രഃ പുനരയം ജനോ ഭീമസേനഃ അർജുനാനുജോ തതഃ സഹ നകുലഃ അന്തിമോസ്തി ഭോഹോ സഹദേവ നാമകഃ. അഗ്രജോസ്തി, അഗ്രജഃ അസ്തി. സന്ധി നിയമങ്ങൾ നമ്മൾ പഠിക്കും. ഇവിടെ അഗ്രജോ, ഇവിടെ ഒരു അവഗ്രഹ സിമ്പിൾ, അവഗ്രഹ ചിഹ്നം ആ ഉണ്ടെന്ന് അർത്ഥം. അപ്പം അഗ്രജഃ പ്ലസ് അസ്തി, അഗ്രജോസ്തി. അഗ്രജഃ അസ്തി, അഗ്രജൻ ആണ്. ആര്? മേ, എൻ്റെ അഗ്രജൻ. മേ അഗ്രജഃ അസ്തി ധർമ്മപുത്രഃ, എൻ്റെ അഗ്രജൻ, മൂത്ത സഹോദരനാണ് ധർമ്മപുത്രൻ. പുനഃ അയം, പുനഃ പ്ലസ് അയം, പുനരയം. പലപ്പോഴും ഈ വിസർഗം രാ ആകും, അല്ലെങ്കിൽ ചിലപ്പോൾ സ ആകും. അപ്പം പിന്നീട് പുനഃ, പിന്നീട് അല്ലെങ്കിൽ വീണ്ടും അയം. അയം ജനഃ, ഈ ആള്. ജനഃ എന്നുള്ളത് ഈ പദത്തിന്റെ കൂടെ ചേരുമ്പോൾ ജനോ എന്ന് വരുന്നു. പിന്നീട് ഈ ആള് ആരാണ്? ഭീമസേനഃ, ഈ ഭീമസേനൻ. അർജുനാനുജോ, അത് കഴിഞ്ഞിട്ട് അനുജൻ ആരാണ്? അർജുനൻ. അർജുന അനുജോ തതഃ, അത് കഴിഞ്ഞിട്ട് ഭീമസേനൻ കഴിഞ്ഞിട്ട് അർജുനാനുജൻ. പിന്നീടോ തതഃ, അത് കഴിഞ്ഞിട്ട് സഹ നകുലഃ, അവൻ നകുലൻ. അന്തിമോസ്തി ബോഹോ, ബോഹോ മാന്യ. അന്തിമഃ അസ്തി, അന്തിമഃ പ്ലസ് അസ്തി, അന്തിമോസ്തി. ഇവിടെയും ഒരു അവഗ്രഹമുണ്ട്, ഒരു സൈലന്റ് ആ ഉണ്ട്. അന്തിമൻ ആരാണ്? സഹദേവ നാമകഃ. സഹദേവൻ എന്ന് പേരായവനാണ് അന്തിമമായിട്ട് ഉള്ളത്. ഇതൊരു ശ്ലോകമാണ്. ഇതിനുള്ള ചോദ്യങ്ങളാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യവും ശ്ലോകവും. അപ്പം ഇതിൽ നമ്മുടെ ആ ചോദ്യ പ്രശ്നവാചക ശബ്ദങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കിം, കഹ, കതി, കെ. ഇത്രയും. കിം, കഹ, കതി, കെ. ഇത്രയും ചോദ്യചിഹ്നങ്ങൾ ഇതിൽ
വന്നിട്ടുണ്ട്. കുഞ്ഞ് കവിത എന്നും പറയാം, ശ്ലോകം എന്നും പറയാം. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.